പലപ്പോഴും നമ്മൾ വിചാരിച്ച കാര്യം നടക്കാതെ പോകുമ്പോൾ, ബിസിനസ്സിൽ തകർച്ച വരുമ്പോൾ, അല്ലെങ്കിൽ പരീക്ഷയിൽ പരാജയപ്പെടുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാം അവസാനിച്ചു എന്ന്. ലോകം നമുക്ക് ചുറ്റും ഇരുളടയുന്നതായി തോന്നും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഓർക്കുക, നമ്മുടെ പരാജയങ്ങൾ അള്ളാഹുവിൻ്റെ വലിയൊരു പ്ലാനിൻ്റെ ഭാഗമാണ്. വിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹു തൻ്റെ ദാസന് മതിയായവനല്ലേ? പിന്നെ എന്തിനാണ് നമ്മൾ ഭയപ്പെടുന്നത്? ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഈ തോൽവി നിങ്ങൾക്കുള്ള ശിക്ഷയല്ല, മറിച്ച് നിങ്ങളെ കൂടുതൽ കരുത്തനാക്കാനുള്ള അള്ളാഹുവിൻ്റെ പരിശീലനമാണ്. നമ്മൾ തളർന്നു വീഴുമ്പോൾ പിടിച്ചെഴുന്നേൽക്കാൻ നോക്കുന്നത് മറ്റുള്ളവരുടെ കൈകളിലേക്കാണ്. എന്നാൽ എല്ലാവരും കൈവിട്ടാലും നമ്മളെ ചേർത്ത് പിടിക്കാൻ അള്ളാഹു ഉണ്ടാകും. നിങ്ങൾ ഒരു വാതുക്കൽ മുട്ടിയിട്ട് അത് തുറന്നില്ലെങ്കിൽ വിഷമിക്കരുത്. അത് നിനക്കുള്ള വാതിലല്ലായിരിക്കും. നിനക്കായി അതിനേക്കാൾ വലിയൊരു കവാടം അള്ളാഹു തുറന്നു വെച്ചിട്ടുണ്ടാകും. തോറ്റുപോയെന്ന് കരുതി ജീവിതം അവസാനിപ്പിക്കാനോ നിരാശപ്പെടാനോ നിൽക്കരുത്. നിങ്ങൾ കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കൂ, യാ അല്ലാ, ഈ തകർച്ചയിൽ നിന്ന് എനിക്ക് നീ വഴികാണിച്ചു തരണമേ എന്ന്. അള്ളാഹുവിൽ ഭാരമേൽപ്പിക്കുന്നവന് അസാധ്യമായി ഒന്നുമില്ല. വീഴുന്നത് പരാജയമല്ല, വീണെടുത്ത് തന്നെ കിടക്കുന്നതാണ് പരാജയം. പ്രവാചകന്മാരുടെ ചരിത്രം നോക്കൂ. അവരൊക്കെ എത്ര വലിയ പരീക്ഷണങ്ങളെയാണ് അതിജീവിച്ചത്. അവസാനം വിജയം അവർക്കൊപ്പം തന്നെയായിരുന്നു. നിനക്കും ആ വിജയം ലഭിക്കും, പക്ഷേ നീ ക്ഷമയോടെ പൊരുതണം. അതുകൊണ്ട് എഴുന്നേൽക്കുക. ഇന്ന് നിങ്ങളെ നോക്കി പരിഹസിക്കുന്നവർക്ക് മുന്നിൽ നാളെ അള്ളാഹു നിങ്ങളെ ഉയർത്തുക തന്നെ ചെയ്യും, ഇൻഷാ അല്ലാ. സങ്കടത്തിന് ശേഷം തീർച്ചയായും സന്തോഷമുണ്ട്.